ഹലോ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ യൂസേഴ്സിന് വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയയുമായിട്ടാണ് ടാലൻറ്റ് ഫോർ ടെക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാനൊരു ഇമേജ് ഇട്ടിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, വേറൊന്നുമില്ല, നമ്മുടെ ടാലൻറ്റ് ഫോർ ടെക് എന്ന ചാനലിൻ്റെ ലോഗോയാണ് ടാലൻറ്റ് ഫോർ ടെക്. എന്നാൽ ഞാൻ ഈ ഇമേജിൻ്റെ പിറകിൽ ഒരുപാട് ഡീറ്റെയിൽസ്, എനിക്ക് പേഴ്സണലായിട്ട് ആവശ്യമായ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകില്ല, കാരണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണ് ഓപ്പണായി വരുന്നത്. എന്നാൽ ഞാൻ ഈ ഇമേജിനെ ഞാനൊന്ന് റീനെയിം ചെയ്യുകയാണ്. റീനെയിം എന്ന ഓപ്ഷൻ കൊടുത്തു. ഇവിടെ JPG എന്ന ഈ ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് RAR എന്ന എക്സ്റ്റൻഷൻ ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. അവിടെ ഞാൻ S എന്ന ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ നിന്ന് റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്തു. റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ RAR ഫയലായിട്ട് അത് മാറിയതായിട്ട് കാണാൻ പറ്റും, കാരണം ഞാൻ .RAR എന്ന എക്സ്റ്റൻഷനാണ് കൊടുത്തത്. ഇനി ആ ഫയൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ എനിക്ക് ആവശ്യമായ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത് ആധാർ, അനൂപ്, എനിക്ക് പേഴ്സണലായിട്ട് ആവശ്യമായിട്ടുള്ള, മറ്റാരും അറിയരുത് എന്ന് എനിക്ക് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ എന്ത് ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും വേറെ ആരും അറിയാതെ തന്നെ വളരെ സീക്രട്ടായിട്ട് ഒരു ഇമേജിൻ്റെ പിറകിൽ തന്നെ നിങ്ങൾക്ക് സീക്രട്ടായിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ് ഇന്ന് ടാലൻറ്റ് ഫോർ ടെക് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ഫോട്ടോ ആവശ്യമാണ്. അത് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ആകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഫോട്ടോ ആകാം. എന്ത് ഫോട്ടോനായോ എന്തോ ആയിക്കോട്ടെ, ഒരു ഫോട്ടോയാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തേക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് ആണോ ഹൈഡ് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊണ്ട് സേവ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 4 PDF ഫയൽസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ 4 ഫയൽസ് ആണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഡെസ്ക്ടോപ്പിൽ തന്നെ നിങ്ങളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ ബട്ടൺ പ്രസ് ചെയ്തു, ഫോൾഡർ സെലക്ട് ചെയ്യുവാണ്. ഞാൻ ആ ഫോൾഡറിന് ടാലൻറ്റ് ഫോർ ടെക് എന്ന നെയിം തന്നെ കൊടുക്കുവാണ്. ടാലൻറ്റ് ഫോർ ടെക് എന്ന നെയിം കൊടുത്തു, ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ഫയൽസ്, ഇപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ഫയലും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട ഇമേജും, ഇത്രയും ഫയൽസ് ആ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്ത് ആ പറഞ്ഞ ഇമേജും അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും ഉള്ളതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട ഫയൽസ് ഏതൊക്കെയാണോ, അപ്പോൾ ഇവിടെ കോപ്പി ചെയ്ത ഫയൽസ് ഏതൊക്കെയാണോ അതിനെയെല്ലാം കംപ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് WinRAR എന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ WinRAR ഉപയോഗിച്ച് എങ്ങനെ കംപ്രസ് ചെയ്യാമെന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമായവർ അത് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇത്രയും ഈ ഹൈഡ് ചെയ്യേണ്ട ഫയൽസ് ഏതൊക്കെയാണോ ഞാൻ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ആർക്കീവ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയലോഗ് ബോക്സ് വരും. ഓക്കെ കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും പറഞ്ഞ ഫയൽസ് ഏതൊക്കെയാണോ ആ ഫയൽസ് എല്ലാം ഒരു RAR ഫയലായിട്ട് മാറിയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ സെർച്ച് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിന് മുന്നേ കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ വരുമ്പോൾ അവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഒരു ചെറിയ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യേണ്ടത് CD എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു / കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഏതാണോ ആ ഇമേജിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ C എന്ന ഡ്രൈവും ഒരു / ഉണ്ട്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ യൂസേഴ്സ് മുതൽ ഇവിടെ ഞാൻ കൊടുത്ത ടാലൻറ്റ് ഫോർ ടെക് എന്ന അതുവരെ, അപ്പോൾ നിങ്ങൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കി തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം അഗെയിൻ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നു അവിടെ നമുക്കതിനെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടാലൻറ്റ് ഫോർ ടെക് എന്ന ഫോൾഡറിനകത്താണ് ഇനി നമ്മൾ ഇപ്പോൾ അവൈലബിൾ കയറിയിരിക്കുന്നത്. നെക്സ്റ്റ് അഗെയിൻ നമ്മുടെ ഫോൾഡറിൽ വന്നിട്ട് നമ്മുടെ ആ ഇമേജും RAR ഫയലും ഒഴികെ ബാക്കിയുള്ള ഫയൽസ് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല, അത്രയും ഡിലീറ്റ് ചെയ്തേക്കുക. അഗെയിൻ നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വരിക. കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് അവിടെ ഞാൻ പറയുന്ന ചെറിയൊരു സ്റ്റെപ്പ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് COPY കോപ്പി ഒരു / ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട്
ബി എന്ന് എൻ്റർ ചെയ്യുക. ബി എന്ന് എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള നെയിം, അതേപോലെ തന്നെ റാർ ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ ഉൾപ്പെടെ ആ എക്സ്റ്റൻഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവിടെ തന്നെ ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. വ്യൂ എന്ന ബട്ടണിൽ ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കാണാൻ പറ്റും, ടിക്ക് ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇല്ല. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്ത് എക്സ്റ്റൻഷൻ അറിയാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ ഇവിടെ ടൈപ്പ് ചെയ്യണം. അത് ടൈപ്പ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇമേജും റാർ ഫയലിൽ കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ നെയിം അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ നെയിം കൊടുത്തത് അതേപോലെ. ഇപ്പോൾ ഞാൻ ഇവിടെ എന്നാണ് എൻ്റെ നെയിം കിടക്കുന്നത്. അപ്പോൾ AA.jpg ഒരു സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുത്ത ശേഷം പ്ലസ് കൊടുക്കുക, മെർജ് ചെയ്യാൻ വേണ്ടി പ്ലസ് കൊടുക്കുക. എന്നിട്ട് റാർ ഫയലിൻ്റെ നെയിം എന്താണോ അത്, ഞാൻ കൊടുത്തേക്കുന്ന പേര് talent4tech എന്നാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത പേരെന്താണോ ആ പേര് അതേപോലെ കൊടുക്കുക, വിത്ത് എക്സ്റ്റൻഷൻ ഉൾപ്പെടെ കൊടുക്കുക. എന്നിട്ട് എഗെയിൻ ഒരു സ്പേസ് കൊടുക്കുക. വീണ്ടും ആ ഇമേജിൻ്റെ നെയിം എക്സ്റ്റൻഷൻ ഉൾപ്പെടെ തന്നെ എന്നൊരു എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ AA.jpg. അപ്പോൾ എൻ്റർ ചെയ്യേണ്ടത് ആദ്യം കോപ്പി /b AA.jpg ഇമേജിൻ്റെ നെയിം എന്താണോ അത് ഒരു സ്പേസ് കൊടുക്കുക, പ്ലസ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ നെയിം ഒരു സ്പേസ് കൊടുക്കുക, എഗെയിൻ ഇമേജിൻ്റെ നെയിം ഇത്രയും കൊടുക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണാൻ പറ്റും 1 ഫയൽസ് കോപ്പിഡ്, മീൻസ് അത് മെർജ് ആയി എന്നാണ് കാണിച്ചിരിക്കുന്നത്. എഗെയിൻ നിങ്ങളുടെ ഫോൾഡറിൽ ഇവിടെ നിങ്ങളുടെ ഫോൾഡറിൽ വരിക. ഫോൾഡറിൽ വന്ന ശേഷം ഈ പറഞ്ഞ talent4tech എന്ന ഈ റാർ ഫയൽ, ആ റാർ ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്കിനി ആ ഫയലിൻ്റെ ആവശ്യം ഇല്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. നമ്മുടെ കമൻറ്റ് പ്രോംപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇമേജിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കൊണ്ടിടാം. നിങ്ങൾക്ക് എവിടെയാണോ ഡെസ്ക്ടോപ്പിൽ എവിടെ ലൊക്കേഷനിൽ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ അത് നോർമലി ഒരാൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ഇമേജ് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു, talent4techൻ്റെ ലോഗോ മാത്രമാണ്. വേറെ ആര് നോക്കിയാലും നമുക്കൊന്നും തന്നെ മനസ്സിലാകില്ല. എന്നാൽ ഞാൻ അതിൻ്റെ ഈ AA.jpg എന്ന എക്സ്റ്റൻഷൻ ഞാനൊന്ന് റീനെയിം ചെയ്യുകയാണ്. റീനെയിം ചെയ്തിട്ട് ഞാനിവിടെ റാർ ഫയലിൻ്റെ എക്സ്റ്റൻഷനായ .rar എൻ്റർ ചെയ്തു, എസ് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ അത് എഗെയിൻ റാർ ഫയലായിട്ട് മാറിയത് കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫയലാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത് ആ ഫയലെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. എന്നാൽ വേറൊരാൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഹൈഡ് ചെയ്തതായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. എഗെയിൻ നമുക്ക് ഇതിനെ തിരിച്ച് ഇപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് എഗെയിൻ നമുക്ക് റാർ ഫയൽ .jpg ആക്കി സേവ് ചെയ്യാം. അതിനുവേണ്ടി എഗെയിൻ ഇവിടെ റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തിട്ട് .rar എന്ന എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് JPG എന്ന എക്സ്റ്റൻഷനൊക്കെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അത് എഗെയിൻ എന്തായിട്ട് മാറി, ഒരു ഇമേജ് ആയിട്ട് മാറി. ആര് വന്ന് ഓപ്പൺ ചെയ്താലും ജസ്റ്റ് ഒരു ഇമേജ് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽസും തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അത് ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, PDF ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട്, വളരെ പ്രൈവസിയോടുകൂടി തന്നെ നമുക്കത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഇത് കമ്പ്യൂട്ടർ യൂസേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്